ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗിരീസ് വെറൈറ്റി വ്ളോഗിലേക്ക് സ്വാഗതം. എൻ്റെ കൂട്ടുകാരെല്ലാം സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനും സുഖമായിരിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളുമായി വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ചില ആൾക്കാരെ കാണുമ്പോൾ പറയാറില്ലേ, അയ്യോ അവരെ കണ്ടിട്ട് ഒരുപാട് പ്രായം തോന്നുന്നു, അവരുടെ മുഖമൊക്കെ ഡ്രൈ ആയിട്ടിരിക്കുന്നു, നിറച്ച് ചുളിവുകളാണെന്നൊക്കെ. സത്യത്തിൽ അവർക്കധികം പ്രായം പോലും ഉണ്ടായിരിക്കത്തില്ല. അത് ആ മുഖത്തെ അവരുടെ ശരീരത്തിലുള്ള ഡ്രൈനെസ് ആണ് ആ ചുളിവുകളെ ഇങ്ങനെ എടുത്തു കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചിരിക്കുമ്പോഴേ നമ്മുടെ ഈ സൈഡിൽ രണ്ട് വശത്തും നമുക്കിങ്ങനെ ചുളിവുകൾ വരാറുണ്ട്. അതുപോലെ നെറ്റിയൊക്കെ ചുളിച്ച് കഴിഞ്ഞാൽ നെറ്റിയിൽ നിറയെ ചുളിവുകൾ, കണ്ണിൻ്റെ രണ്ട് സൈഡിൽ ചുളിവുകൾ അങ്ങനെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് നമ്മൾ മാറ്റുമ്പോൾ നമുക്കത് പഴയ രീതിയിൽ തന്നെ നമ്മുടെ മുഖം ഇരിക്കുന്നുമുണ്ട്. പക്ഷെ ചില ആൾക്കാരിൽ ഇങ്ങനെ ചുളിക്കാതെ തന്നെ അവരുടെ മുഖത്തെല്ലാം ഇങ്ങനെ ചുളിവുകൾ കാണപ്പെടുന്നുണ്ട്. അത് അവരുടെ ശരീരത്തിലുള്ള ഡ്രൈനെസ് തന്നെയാണ്. നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം. അതോ ഒരു ദിവസം ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിച്ചിരിക്കണം. അതിൻ്റെ കുറവുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെ അടിയിലുള്ള കൊഴുപ്പുകളുണ്ട്. നമ്മുടെ മുഖത്തിന് ഷേപ്പ് തരുന്നത് തന്നെ ഈ കൊഴുപ്പുകളാണ്. പക്ഷേ നമ്മൾ പ്രായമാകും തോറും ഈ കൊഴുപ്പുകൾ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോഴും നമുക്ക് മുഖത്തെ ചുളിവുകളൊക്കെ പ്രത്യക്ഷപ്പെടാറുണ്ട്. അപ്പം ഇത് പെട്ടെന്ന് ഈ ചുളിവുകളെ മാറ്റാൻ പറ്റും നമ്മളൊരു ഡോക്ടറിനെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ. അതിനിപ്പോൾ നമുക്ക് ഈ കെമിക്കൽ പീലിങ്ങും അതുപോലെ തന്നെ ലേസർ ട്രീറ്റ്മെൻറ്റിൽ കൂടെയൊക്കെ ഇത് വളരെ സ്പീഡിൽ തന്നെ ഇതിനെ കുറയ്ക്കാവുന്നതാണ്. പക്ഷേ ഇതൊക്കെ ഒരുപാട് ചിലവുള്ളതാണ്. പക്ഷെ നമുക്ക് നിരന്തരമായി നമ്മുടെ ചെയ്യുന്നതിലൂടെ നമുക്ക് കുറച്ച് സമയമെടുക്കുമെങ്കിലും നമുക്കിത് പൂർണ്ണമായിട്ട് തന്നെ നമുക്കിത് മാറ്റിയെടുക്കാവുന്നതാണ്. അതിന് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള റെമഡികളാണ്. നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ തന്നെ ഉള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്കിത് നമ്മൾ സ്ഥിരമായി ചെയ്തു കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവും. അപ്പം നമുക്കിന്ന് ഒരു നാച്ചുറൽ റെമഡിയിൽ കൂടി നമ്മുടെ ചുളിവുകൾ എങ്ങനെയാണ് മാറ്റുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വീട്ടിൽ തന്നെ അടുക്കളയിലെ സാധനങ്ങൾ കൊണ്ട് ചെയ്യാവുന്ന ഒരു റെമഡിയാണ് ഞാൻ കാണിക്കുന്നത്. അരിപ്പൊടിയും മുട്ടയുടെ വെള്ളയുമാണ് ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത്. അരിപ്പൊടി ഒരുപാട് ഗുണമുള്ളതാണല്ലോ. അതിൽ അരിപ്പൊടി എന്ന് പറയുന്നത് നല്ലൊരു സ്ക്രബ്ബറാണ്. അതുപോലെ തന്നെ അരിപ്പൊടി നമുക്ക് നല്ല നിറം നൽകുന്നതാണ്. പിന്നെ ചുളിവുകളാണേലും നമ്മുടെ മുഖത്തെ കറുത്ത പാടുകളാണേലും ഒക്കെ ഈ അരിപ്പൊടി ഉപയോഗത്തിൽ കൂടി വളരെ മാറ്റങ്ങൾ നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കൊളാജിനെ വർദ്ധിപ്പിച്ച് നമുക്ക് മുഖത്തിന് നല്ല തിളക്കം കിട്ടുന്നുണ്ട് ഈ അരിപ്പൊടിയോട് കൂടി. അങ്ങനെ നല്ലൊരു ക്ലെൻസറാണ് അരിപ്പൊടി എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് അരിപ്പൊടി. പിന്നെ അതുപോലെ തന്നെ മുട്ടയുടെ വെള്ള പറയുവാണെങ്കിൽ അതും ഒരുപാട് ഗുണമുള്ളതാണ്. നമ്മുടെ ചുളിവുകൾ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. അതുപോലെ നമ്മുടെ മുഖം നല്ല ടൈറ്റ് ആക്കാനും അതുവഴി നമ്മുടെ മുഖത്തിനെ നല്ല മുറുക്കമുള്ളതാക്കി തരുന്നു. അങ്ങനെ ഇതും ചെറിയ കറുത്ത പാടുകൾ മാറ്റിത്തരുന്നു. അങ്ങനെ മുട്ടയുടെ വെള്ളയ്ക്കും ഒരുപാട് ഗുണമുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ 2 സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 2 സ്പൂൺ അരിപ്പൊടിയുണ്ട്. ഇവിടെ മുട്ടയുടെ വെള്ളയും കൂടി എടുക്കാം. നമ്മൾ എഗ്ഗ് വൈറ്റ് എടുക്കുമ്പോൾ മഞ്ഞ വീഴാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് മഞ്ഞ അങ്ങനെ മാറ്റിയിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ മുട്ടയുടെ വെള്ളയാണുള്ളത്, കാണാമല്ലോ അല്ലേ? ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. നമ്മൾ ആ മഞ്ഞ അഥവാ നമ്മളിങ്ങനെ പൊട്ടിക്കുമ്പോൾ വീണാലും നമുക്കതങ്ങ് മാറ്റിയിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് രണ്ടും കൂടി നമുക്കിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വളരെ ഗുണമാണ്. നമ്മുടെ മുഖത്ത് നല്ല നിറം കിട്ടുകയും നമ്മുടെ കറുത്ത പാടുകൾ മാറുകയും എല്ലാം നമുക്കങ്ങനെ ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം ഒന്ന് മുഖം നന്നായിട്ട് വൃത്തിയാക്കണം. ഞാനിപ്പം നന്നായിട്ട് മുഖം കഴുകിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് മുഖത്ത് അപ്ലൈ ചെയ്യാം. നമുക്ക് ബ്രഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രഷ് കൊണ്ട് തന്നെ ചെയ്യാം. ഞാനിപ്പോൾ എന്തായാലും കൈ കൊണ്ട് നമുക്ക് ചെറിയ മസാജിങ് കൊടുക്കണം. അപ്പം കയ്യിലേതായാലും ആകുമല്ലോ. ഇതാണ് നമ്മൾ മുഖത്തിങ്ങനെ കണ്ണിന് താഴെയായിട്ട് ഇങ്ങനെ പറ്റിക്കൊടുക്കണം.
താഴെ വീഴാതെ നോക്കണേ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ടർക്കിയോ വല്ലോ ഇങ്ങനെ നമ്മുടെ ഡ്രസ്സിലൊന്നും ആകാത്ത രീതിയിൽ നമ്മൾ നമ്മുടെ കണ്ണിൽ നിന്ന് താഴെയും നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ചെവിയിലും കൂടി ചെയ്യണം. കാരണം നമുക്ക് നല്ല നിറം കിട്ടേണ്ടതല്ലേ. ചുളിവുകൾ മാത്രമല്ലല്ലോ, നമുക്ക് നല്ല കളറും കൂടി കിട്ടാനാണ്. അപ്പം കഴുത്തിലും നമ്മൾ ചെയ്യണം. എപ്പോൾ ചെയ്താലും നമ്മൾ കഴുത്തിലും ചെയ്യണം. നമ്മൾ മുഖത്തിങ്ങനെ ഇട്ടതിന് ശേഷം ഇത് ഒരുപാട് ഡ്രൈ ആവാതെ ഒരു ചെറിയ ഈർപ്പം നിൽക്കത്തക്ക രീതിയിൽ നമ്മൾ ആ സമയത്ത് വന്നിട്ട് നമ്മളൊന്ന് കഴുകിക്കളയണം. അല്ലെങ്കിൽ കണ്ടമാനം ഡ്രൈ ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് പാടാണ്. നമ്മൾ ഒരുപാട് അമർത്തി നമുക്ക് തുടയ്ക്കേണ്ടി വരും. ചെറിയ ഈർപ്പം ഇങ്ങനെ തൊട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ഒരു 10 മിനിറ്റ് നമ്മൾ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഗുണമാണ്. നമ്മളൊരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേ ഇതങ്ങ് നല്ല ഡ്രൈ ആവും. പക്ഷേ അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് നേരം നമ്മൾ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. നമ്മൾ മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ നമ്മുടെ വായുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ നമ്മുടെ ഈ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അമർത്തി കൊടുക്കുന്നത്. അതുപോലെ ഇതിങ്ങനെ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ ഒരു 5 പ്രാവശ്യം ചെയ്യണം ആദ്യം. അതുപോലെ മുകളിലോട്ടും ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ അതുപോലെ ഇങ്ങനെ ഇതൊക്കെ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നതാണ്. അങ്ങനെ നെറ്റിയും നമ്മൾ ഇപ്പോൾ ചെറുതായിട്ടിങ്ങനെ ഡ്രൈ ആയിക്കൊണ്ടിരിക്കുവാണ്. ഒരുപാട് നമ്മൾ ബലം പിടിക്കണ്ട. നമ്മളിതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് ഉണങ്ങാനായിട്ട് വെക്കാം. നല്ലോണം ടൈറ്റ് ആകുമ്പോഴത്തേന് നമ്മൾ മുഖം കഴുകണം. ഇപ്പോൾ എൻ്റെ മുഖം നല്ല ഡ്രൈ ആയി. ഭയങ്കരമായിട്ടല്ല, ഒരു ചെറിയ ഈർപ്പത്തോടു കൂടിയാണ് ഡ്രൈ ആയിരിക്കുന്നത്. കൊണ്ട് ഇവിടെയൊക്കെ അങ്ങ് നല്ലോണം ഇതായിരിക്കുന്നു. പക്ഷെ നല്ല കൂളിംഗ് എഫക്റ്റാണ് കേട്ടോ. മുട്ട നല്ല ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തായിരുന്നു, കൊണ്ട് നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഒന്ന് തുടച്ചെടുക്കാം. വെള്ളം ഒന്ന് തൊട്ട് കൊടുത്തപ്പം ഇത് ഭയങ്കരമായിട്ട് ഡ്രൈ ആവാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതായി. ഞാൻ ഇത് കഴുത്തിലും തേച്ചിട്ടുണ്ട്. കഴുത്തിൻ്റെ നമ്മൾ ബാക്കിൽ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും അങ്ങനെ ചെയ്യണമല്ലോ. ഇനിയിപ്പം നമുക്കിത് തുടച്ചിട്ട് കളയാം. അപ്പം ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്.
ഞാൻ മുഖം നന്നായിട്ട് കഴുകിയിട്ട് വന്നു. ഇപ്പോൾ എൻ്റെ മുഖം നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ദേ നോക്കിയേ, നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ നല്ല ടൈറ്റായിട്ടുണ്ട്. നല്ല ഒരു നിറവും തോന്നുന്നുണ്ട്. നിങ്ങൾക്കും അത് ഫീൽ ചെയ്യുന്നില്ലേ? നല്ല ഒരു കളർ വെച്ച പോലെ. അപ്പോൾ ഇത് എല്ലാവരും ആഴ്ചയിൽ 2 പ്രാവശ്യം നിങ്ങളിത് നിർബന്ധമായിട്ടും ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ വേറെ 2 ടിപ്പ് കൂടി പറയാം. ഏത്തപ്പഴം നന്നായിട്ട് നല്ല പഴുത്ത ഏത്തപ്പഴമായിരിക്കണം. അത് മിക്സിയിൽ നന്നായിട്ട് അരച്ചതിന് ശേഷം നമ്മളത് മുഖത്ത് പായ്ക്കായിട്ട് ഇടുക. ഒരു 10 മിനിറ്റ് ഇടുമ്പോൾ തന്നെ അത് പെട്ടെന്ന് ഡ്രൈ ആവും. അതിനുശേഷം കഴുകിക്കളയുക. ഇതുപോലെ തന്നെ നല്ല ഗുണമാണ്. നല്ല ചുളിവുകൾ മാറാനും മുഖം നല്ല ടൈറ്റ് ആവാനും ഒക്കെ വളരെ ഗുണമുള്ളതാണ്. നല്ല കളറും കിട്ടും. കറുത്ത പാടുകൾ ഇതെല്ലാം ഏത്തപ്പഴത്തിൻ്റെ ആ ഒരു ഗുണം കൊണ്ട് ഇത് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് അലോവേര ജെല്ലിൽ ഒരു 2 വൈറ്റമിൻ ഇ ഓയില് അത് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മുഖത്തിടുവാണെങ്കിൽ അതും വളരെ നല്ലതാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അലോവേരയുടെ അറിയാമല്ലോ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം നമ്മുടെ ഈ കറുത്ത പാടുകൾ മാറാനും മുഖത്തെ ടൈറ്റാക്കാനും ചുളിവുകൾ മാറ്റാനും ഒക്കെ അലോവേര ഭയങ്കര കഴിവുള്ളതാണ്. അപ്പോൾ അതും വളരെ നല്ലതാണ്. ഇങ്ങനെയുള്ള ഹോം റെമഡികൾ നമ്മൾ അങ്ങനെ എല്ലാ ആഴ്ചയിലും നമ്മളിത് ഇങ്ങനെ മാറി മാറി ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് ചുളിവുകളേ ഉണ്ടാവത്തില്ല. നല്ല മാറ്റങ്ങളുണ്ടാവും. ചുളിവുകളുള്ളവരാരും വിഷമിക്കേണ്ട. നമ്മുടെ ഹോം റെമഡിയിൽ കൂടി തന്നെ നമ്മൾ സ്ഥിരമായി ചെയ്യണം എന്നേ ഉള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ അടുത്ത